ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിൽ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് നിങ്ങൾക്ക് തമ്പനയിലും ടൈറ്റിലൊക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും. ഫോർമുല 1 കാറുകളെ കുറിച്ചാണ്, അല്ലെങ്കിൽ F1 കാറുകളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ F1 കാറുകൾ അല്ലെങ്കിൽ ഫോർമുല 1 കാറിനെ കുറിച്ച് അറിയാത്തവരായി ആരും ഉണ്ടാകില്ല. എന്നാലും അറിയാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് പറയുകയാണ്, അല്ലാതെ ഈ വീഡിയോ കണ്ടിട്ട് യാതൊരു കാര്യമില്ല. അപ്പോൾ ഈ ഫോർമുല 1 കാറുകൾ എന്താണെന്ന് വെച്ചാൽ വളരെ ടെക്നോളജിക്കൽ അഡ്വാൻസ്ഡ് ആയിട്ട്, വളരെ കോമ്പറ്റേറ്റീവ് ആയിട്ട്, അതോടൊപ്പം തന്നെ ലോകത്തിൽ തന്നെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള കാർ റേസിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന റേസിംഗ് കാറുകളാണ് ഈ ഫോർമുല 1 കാറുകൾ. അതായത് അതിൻ്റെ ഡിസൈൻ തന്നെ ഒരു വെറൈറ്റിയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, നിങ്ങൾ ഫോട്ടോയിലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും. അതായത് അതൊരു ഓപ്പൺ കോക്പിറ്റോട് കൂടി ഒരൊറ്റൊരാൾക്ക് ഒരു സീറ്റ് മാത്രം, ഒരാൾക്ക് മാത്രം ഇരിക്കാൻ പറ്റുന്ന രൂപത്തിൽ ഒരു ഓപ്പൺ വീൽ കാറാണ് ഈ ഒരു ഫോർമുല 1 കാറ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് ഈ ഒരു റേസിങ്ങിൽ വളരെ വലിയൊരു കോമ്പറ്റീഷനാണ് നടക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഈ ഇൻട്രസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് തന്നെ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ അറിയാൻ കഴിയും. അപ്പോൾ അതൊക്കെ നിങ്ങളുമായി ഒന്ന് ഷെയർ ചെയ്യണം. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്തേക്കാം. ഓക്കെ, വീഡിയോ പോകാം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ പോലെ തന്നെ ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും ഇതുപോലുള്ള കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോകൾ ലഭിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. ഒരു ആവറേജ് F1 കാറിൻ്റെ വില നിങ്ങൾക്ക് അറിയോ? ഇറങ്ങില്ല, ഞാൻ പറഞ്ഞുതരാം. 80 കോടിയോളമാണ് ഒരു ആവറേജ് F1 കാറിൻ്റെ വില. അതോടൊപ്പം തന്നെ ഇത് 100% ആക്യുറേറ്റ് വർക്കിന് വേണ്ടി അറൗണ്ട് 80,000-ഓളം പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ 80,000-ഓളം കോമ്പോണൻസ് ഇത് ചേർത്ത് വെച്ചിട്ടാണ് ഈ F1 കാറുകൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഇത് ഇത്രയും കോസ്റ്റ്ലി ആയത്. അതോടൊപ്പം തന്നെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന് ഡ്രൈവർമാർ, ഈ ഒരു F1 കാറിൻ്റെ ഡ്രൈവർമാർ ഒരു റേസിങ്ങിന് ശേഷം അവരുടെ ബോഡിയിൽ നിന്ന് 4 കിലോഗ്രാമോളം വെയിറ്റ് കുറയും. അത് സത്യമായിട്ടുള്ള ഒരു കാര്യം തന്നെ. വളരെ കോമ്പറ്റീഷൻ ഏറിയ ഒരു മത്സരമാണ് കേട്ടോ ഈ ഒരു കാർ റേസിങ്, അല്ലെങ്കിൽ ഈ ഒരു F1 കാർ റേസിങ് നമ്മൾ നേരത്തെ പറഞ്ഞു. പിന്നെ ഈ ഡ്രൈവർമാർക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി ഇതിൻ്റെ കോക്പിറ്റിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഡ്രൈവർമാർ ഇതൊരു പൈപ്പ് വഴിയാണ് ഈ ഒരു വെള്ളം കുടിക്കുന്നത്. 702 കിലോഗ്രാമാണ് ഇതിൻ്റെ ഏകദേശം വെയിറ്റ് വരുന്നത്. 375 km/h ആണ് ഇതിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞത്. അതോടൊപ്പം തന്നെ നമ്മൾ പറഞ്ഞു ഈ ഒരു F1 കാർ റേസിംഗ് എന്ന് പറഞ്ഞാൽ ലോകത്തിൽ തന്നെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള കാർ റേസിംഗ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാകും ഈ കാറുകൾ മറിയുന്നതും അതുപോലെ തീ കത്തുന്നതും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ ഇപ്പോഴത്തെ മോഡേൺ F1 കാർ റേസിംഗിൽ ഡ്രൈവേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് സേഫ്റ്റി മെഷർമെൻറ്റ് അല്ലെങ്കിൽ ഒരുപാട് സേഫ്റ്റി സിസ്റ്റം ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വലിയ അപകടങ്ങളിൽ നിന്നൊക്കെ ഡ്രൈവേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യും. അതുപോലെ 1977 ഇന്നേ വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ അപകടം നടന്നത്. പിന്നെ ഇതിന് ഡ്രൈവേഴ്സ് ഉപയോഗിക്കുന്ന ഹെൽമെറ്റ് നമ്മുടെ അടുത്തുള്ള പോലെയുള്ള സാധാരണ ഹെൽമെറ്റ് അല്ല. ഇതിൻ്റെ ഹെൽമെറ്റ് അല്ലെങ്കിൽ F1 ഹെൽമെറ്റ് എന്ന് പറഞ്ഞാൽ ലോകത്തിൽ തന്നെ ഏറ്റവും ടഫസ്റ്റ് തിങ്സിൽ പെട്ട സംഭവമാണ്. അതായത് ലോകത്തിൽ തന്നെ ഏറ്റവും ഉറപ്പായ സാധനങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ലിസ്റ്റിൽ പെട്ട ഒന്നാണ് ഈ ഒരു F1 ഹെൽമെറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ ഉറപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാകും. അതോടൊപ്പം തന്നെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ക്രൂസിന് ഇതിൻ്റെ ടയർ ചേഞ്ച് ചെയ്യാനും അതോടൊപ്പം റീഫിൽ ചെയ്യാനും ഒക്കെ വെറും 3 സെക്കൻഡ് മതി. നമ്മളെ വണ്ടിൻ്റെ അല്ലേ. ഒരു F1 എഞ്ചിന് ഏകദേശം 5 മത്സരങ്ങൾക്ക് അല്ലെങ്കിൽ 5 റേസിങ്ങിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ തന്നെ ഈ ഒരു എഞ്ചിൻ്റെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമാകും. 46 ഡ്രൈവേഴ്സിന് ഈ ഒരു റേസിങ്ങിനിടയിൽ അവരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതുവരെ. പിന്നെ അപ്പോൾ ഇത്രയും നല്ലൊരു റിസ്ക് എടുത്തിട്ടാണ്, അല്ലെങ്കിൽ ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ ഈ ഒരു പണിക്ക് വരുന്നത്. അപ്പോൾ ഇത്രയും റിസ്ക് എടുക്കുന്ന ഈ ഒരു ഡ്രൈവേഴ്സിൻ്റെ സാലറി അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടാകും. അപ്പോൾ ഇവരുടെ ഈ സാലറി എത്രയാണെന്ന് വെച്ചാൽ ഇന്നേ വരെ കൂടുതൽ വെച്ച് ഏറ്റവും വലിയ സാലറി എന്ന് പറയുന്നത് $35 മില്യൺ. അപ്പോൾ $35 മില്യൺ എന്ന് വലിയൊരു സംഖ്യയാണ്. നിങ്ങൾക്കത് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കാണാം. $35 മില്യൺ ടു ഇന്ത്യൻ റുപ്പീസ് എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്കത് കാണാം. നമ്മുടെ ഫോൺ നമ്പറിനായിട്ട് വലിയൊരു സംഖ്യയാണ് അതിൽ കാണാം. അപ്പോൾ വലിയൊരു എമൗണ്ട് തന്നെ അവർക്ക് സാലറി ആയിട്ട് കിട്ടുന്നുണ്ട്. കൂടുതലും മെയിൽസ് തന്നെയാണ് ഇതിൽ ഈ ഒരു ഡ്രൈവേഴ്സായിട്ട് നിൽക്കുന്നത്. ഇതുവരെ 5 ഫീമെയിൽസ് മാത്രമാണ് ഡ്രൈവേഴ്സായിട്ട് വന്നത്. അപ്പോൾ ഇത്രയുമാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ എന്ന് പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടാൻ നിങ്ങൾ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും ചാനലിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ. പിന്നെ ആദ്യമായിട്ടാണ് എന്നെ കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ ഈ ചാനലൊക്കെ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ തന്നെ ചെയ്തേക്കുക. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അതായത് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ കിട്ടും. അത്രേ ഉള്ളൂ. പിന്നെ എന്താ, വീഡിയോ ക്ലോസ് ചെയ്യില്ലേ? നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.